അക്കൗണ്ട്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. അതിൽ തിയറിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തതാണ്. പ്രോബ്ലത്തിലേക്കാണ് കടന്നിട്ടുള്ളത്. പ്രോബ്ലത്തിൽ നമ്മളൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്തു. അപ്പോൾ അതിൽ കഴിഞ്ഞ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള പ്രോബ്ലത്തിൽ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പ്രോബ്ലം ആയിരുന്നു. അതിൽ നമുക്ക് തന്നിട്ടുള്ളത് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ അഡീഷണൽ ഇൻഫർമേഷനും ആയിരുന്നു. അപ്പം പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാം. മെയിനായിട്ട് ഈ 4 ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷനും തന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ ആ ഒരു ഇയർ എൻഡിൽ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻ, അതായത് നേരത്തെ ചെയ്തതുപോലത്തേതാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ട്രയൽ ബാലൻസും അതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷനും തരും. അത് വെച്ച് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കാം. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തരും. അത് വെച്ച് നമ്മൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ദെൻ ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു നമുക്ക് കഴിഞ്ഞ ഇയറത്തെ ബാലൻസ് ഷീറ്റ്, അതായത് ഇക്കൊല്ലത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറത്തെ ബാലൻസ് ഷീറ്റ് എന്നും പറയാം. ആ ഒരു ബാലൻസ് ഷീറ്റും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ അതർ ഇൻഫർമേഷനും തന്നിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അതുപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാകാം. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. അതിനു വേണ്ടി ചിലപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും കൂടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതുപോലെ ക്യാപിറ്റൽ ഫണ്ട് തരാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു ടൈപ്പാണ് നമ്മൾ ചെയ്തത്. അതിൽ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. പിന്നെ ഇതിൽ ഓരോരോ മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അതിൻ്റെ ഫോമാറ്റ് തന്നിട്ടുണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ആണ് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫൈനൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. കഴിഞ്ഞതിൽ ചെയ്തതുപോലെ തന്നെയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനും കൂടിയാണ്. ചെറിയ ഐറ്റത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നോക്കുക, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് മൈസൂർ ക്രിക്കറ്റ് ക്ലബ് ആസ് ഓൺ 31st December 2024 ഇസ് ഗിവൻ. അതിൽ തന്നിട്ടുള്ള ഐറ്റം 1 by 1 ആയിട്ട് നോക്കാം. പേയ്മെൻറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് ഒന്ന് സ്പോർട്സ് എക്യുപ്മെൻ്റ് ആണ്. ഈ സ്പോർട്സ് എക്യുപ്മെൻറ്റ് പേയ്മെൻറ്റ് സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇയറിൽ നമ്മൾ സ്പോർട്സ് എക്യുപ്മെൻറ്റ് വാങ്ങാനായിട്ട് 15,000 രൂപ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് തരുന്ന എമൗണ്ടുകളെന്ന് പറയുന്നത് ആ ഒരു ഇയറിൽ നമുക്ക് വന്നിട്ടുള്ള ക്യാപിറ്റൽ അതുപോലെ തന്നെ റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസുകളും ഇൻകമാണ്. അപ്പം സ്പോർട്സ് എക്യുപ്മെൻറ്റ് വാങ്ങുന്നത് ക്യാപിറ്റലായിട്ടുള്ള എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിലും 15,000 രൂപ അതിന് വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ എക്സ്പെൻസ് നമ്മൾ എടുക്കേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് അയക്കില്ല, അത് ബാലൻസ് ഷീറ്റിലേക്കായിരിക്കും നമുക്ക് വേണ്ടി വരിക. ദെൻ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അതൊരു റവന്യൂ എക്സ്പെൻസ് ആണ്. 1000 രൂപ അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. ദെൻ പീരിയോഡിക്കൽസ്, അതും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സ്പെൻസുകളാണ്, റവന്യൂ എക്സ്പെൻസ് ആണ്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരും. ദെൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് അല്ല, അത് നമ്മൾ ഔട്ട്ഫ്ലോ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡായിട്ടാണ്. അസറ്റ് സൈഡ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കേണ്ടത്. ഇനിയുള്ളത് റെൻ്റാണ്. റെൻ്റ് എന്ന് പറയുന്നത് 2023 2024, അതായത് കറണ്ട് ഇയർത്തെയും അതുപോലെ പ്രീവിയസ് ഇയർത്തെയും റെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ 5,000. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് കറണ്ട് ഇയർത്തെ റെൻ്റാണ്. അതായത് ഈ 4,500 രൂപ മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, 5,000 രൂപ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലെസ് 500 ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനും നമുക്ക് ഈസി എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ എമൗണ്ട് മാത്രം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഡെബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, 4,500. ഇനി അതിനോടുകൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനുള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പിന്നെയും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ ഈ ഒരു 4,500 എന്ന് പറയുന്നതായിരിക്കും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്, കറണ്ട് ഇയർത്തത്.
ദെൻ അപ്പ് കീപ്പ് ഓഫ് ഗ്രൗണ്ട് 2000, അതായത് ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ എക്സ്പെൻസുകളാണ്. അത് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ സാലറി, ടൂർണമെൻറ്റ് എക്സ്പെൻസ്, ഇതൊക്കെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുക്കുന്ന റവന്യൂ എക്സ്പെൻസുകളാണ്. ഇനി റെസീപ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ്, ഇവിടെ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് വേണ്ട ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ബാലൻസ് ബ്രോട്ട് ഡൗൺ 12,000, അത് കഴിഞ്ഞ ഇയറത്തെ ബാലൻസ് ആണ്. അത് നമുക്ക് ഇപ്പോഴത്തെ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ സബ്സ്ക്രിപ്ഷൻ, ഈ പറഞ്ഞതുപോലെ തന്നെ 3 ഇയർത്തെ സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെയും അതുപോലെ നെക്സ്റ്റ് ഇയർത്തതുമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ഈ ഇയർത്തെ 15,000 മാത്രമാണ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് വേണ്ടത്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ 18,000 എടുത്തു കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കുള്ള 1,000ഉം പ്രീവിയസ് ഇയർത്തെ 2,000 നമ്മൾ അതിൽ ലെസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഫൈനൽ എമൗണ്ട് 15,000 കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മാത്രം മതി, കറണ്ട് ഇയർത്തെ 15,000 മാത്രം ഇൻകം ആയിട്ട് കാണിക്കുക. പ്ലസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യണം. അതും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ ലെഗസീസ് ആണ് 12,000, അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടതാണ്. ദെൻ എൻട്രൻസ് ഫീസ്, ദെൻ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്, അതായത് സ്പോർട്സ് എക്യുപ്മെൻറ്റ് ആ ഇയറിൽ 15,000 രൂപയ്ക്ക് വാങ്ങിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ 1,500 രൂപയ്ക്ക് നമുക്ക് വിറ്റ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് 2,000 ആണ്. അതായത് നമ്മൾ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റിൻ്റെ സെയിൽ അല്ലെങ്കിൽ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമ്മൾ വിറ്റിരിക്കുന്ന അസറ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബുക്ക് വാല്യൂ ആയിട്ട് നമ്മൾ ഈ സെയിൽ പ്രൈസിനെ കമ്പയർ ചെയ്യണം എന്നുള്ളതാണ്. കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ടിനാണോ വിറ്റിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2,000 രൂപേൻ്റെ അസറ്റ് വിറ്റിട്ടുള്ളത് 1,500 രൂപയ്ക്കാണ്. അതായത് 500 രൂപ അവിടെ ലോസാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമുക്ക് ലോസ് ഓൺ സെയിൽ ഓഫ് ഈ ഒരു എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 500 രൂപ കാണിക്കാനുണ്ടാകും. അതോടൊപ്പം നമ്മൾ ബാലൻസ് ഷീറ്റിൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ് കാണിക്കുന്ന സമയത്ത് 15,000 രൂപേൻ്റെത് ആഡ് ചെയ്തിട്ടും അതുപോലെ 1,500 രൂപേൻ്റെ സാധനം ലെസ്, അതായത് വിറ്റ് പോയിട്ടുള്ളത് ഒഴിവാക്കിയിട്ടും പിന്നെ ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമ്മൾ ഫൈനൽ ബാലൻസ് ഷീറ്റിലും കാണിക്കേണ്ടി വരും. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് 2,000, അതും നമ്മളൊരു റവന്യൂ എക്സ്പെൻസ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. പിന്നെ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റായിട്ട് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സം ഐറ്റംസ് നമുക്ക് തന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്, 1/1/2024 ബാലൻസുകളാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് സ്പോർട്സ് എക്യുപ്മെൻറ്റ് 12,000 ഉണ്ടായിരുന്നു. അതായത് ആദ്യം നമ്മളടുത്ത് 12,000 സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഉണ്ട്. അതിനോട് കൂടിയാണ് നമ്മൾ 15,000 ആ ഒരു ഇയറിൽ പുതിയതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2,000 രൂപേൻ്റെ സാധനം നമ്മൾ വിറ്റ് പോവുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയേ നമുക്ക് ആ ഒരു ഇയറിൽ സ്പോർട്സ് എക്യുപ്മെൻ്റായിട്ട് ബാലൻസ് ഉണ്ടാവുള്ളൂ. അത് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഫർണിച്ചർ 18,000 ഉണ്ടായിരുന്നു. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റായിട്ട് 500ഉം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് 2,000. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓപ്പണിംഗ് ബാലൻസുകളാണ്. ഈ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമുക്ക് തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എത്രയാണെന്നുള്ളത് കിട്ടില്ല. അപ്പോൾ അത് തരാത്ത ക്വസ്റ്റ്യൻസിൽ നമ്മളത് കണ്ടുപിടിക്കണം, എന്നാലേ ബാലൻസ് ഷീറ്റ് നമുക്ക് ടാലി ആവുള്ളൂ. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന വാല്യൂസാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റലൈസ് 50% ഓഫ് ലെഗസീസ് ആൻഡ് എൻട്രൻസ് ഫീസ്. ഇത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 12,000 8,000 മൊത്തമായിട്ട് നമുക്ക് എന്തിൽ കാണിച്ചാൽ മതി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലെഗസീസ്, അതായത് 12,000-ൻ്റെയും 8,000-ൻ്റെയും ഈ രണ്ട് എമൗണ്ടിൻ്റെയും 50% വെച്ചിട്ട് ക്യാപിറ്റലൈസ് ചെയ്യണം. അതായത് 50% ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്, ബാക്കി 50% മാത്രം എന്തിൽ കാണിച്ചാൽ മതി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. അതാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ 1,200 ആണ്. ഇതും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ഈ
സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് അങ്ങനത്തെ എക്സ്പെൻസുകളാണെങ്കിലൊക്കെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ അതിൻ്റെ എഫക്റ്റ് കാണിക്കേണ്ടി വരും. അപ്പോൾ റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ നമ്മളുടെ നിലവിലെ സബ്സ്ക്രിപ്ഷനോട് കൂടെ ഈ ഒരു 1200 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ. കാരണം എന്താണ്, അത് നമ്മുടെ പ്രീവിയസ് ഇയറത്തെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള ഇൻഫർമേഷനാണ്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അതിന് താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. ഓക്കെ, ദെൻ ഓയിങ് ഫോർ റെൻറ്റ് 600, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, നമുക്ക് ബാധ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. 600 രൂപ റെൻറ്റ് അടയ്ക്കാനുണ്ട്. അപ്പോൾ നിലവിൽ എത്രയാണോ നമ്മളെ റെൻറ്റ് ഉള്ളത് അതിനോടുകൂടെ 600 രൂപയും കൂടെ കൂട്ടേണ്ടി വരും. ദെൻ ഫോർത്ത് വൺ, ഡിപ്രിസിയേറ്റ് ഫേർണിച്ചർ അറ്റ് 10% ആൻഡ് സ്പോർട്സ് മെറ്റീരിയൽ ബൈ 2000. അപ്പോൾ അത് ഫേർണിച്ചറിൻ്റെ വാല്യൂ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ കാണാൻ കഴിയില്ല. എവിടെയേ കാണാൻ കഴിയുള്ളൂ? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഫേർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 18,000 രൂപ തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 10% നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. ആ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലും അതുപോലെ ബാലൻസ് ഷീറ്റിൽ ഫേർണിച്ചറിന് ഈ ഒരു ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ടും എഴുതാനുണ്ടാവും. അതുപോലെ തന്നെ സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ കേസിലും അവിടെ നമ്മൾ പെർസെൻറ്റേജ് അല്ല പറഞ്ഞിട്ടുള്ളത്, എമൗണ്ട് തന്നെയാണ്. 2000 ആണ് അവിടെ ഡിപ്രിസിയേഷൻ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് തരാത്തൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വേണ്ട ഇൻഫർമേഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടല്ല, ജസ്റ്റ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് തൊട്ട് താഴെയായിട്ട് ഓപ്പണിംഗ് ബാലൻസുകളായിട്ട് തന്നെയാണ് അത് തന്നിട്ടുള്ളത്. 1/1/2024 അല്ലെങ്കിൽ അതൊരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റായിട്ട് തന്നെ ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കാണുക? ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ സ്പോർട്സ് എക്യുപ്മെൻറ്റ്, ഫേർണിച്ചർ, ഇത് രണ്ടും എന്താണ്? അസറ്റാണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്, ഫേർണിച്ചർ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. പിന്നെ നെക്സ്റ്റ് എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷനാണ്. അത് നമുക്കൊരു കറണ്ട് അസറ്റാണ്. കൊടുക്കാനുള്ള എമൗണ്ടുകളാണ് ലയബിലിറ്റി, കിട്ടാനുള്ളതൊക്കെ അസറ്റുമാണ്. അപ്പോൾ കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അസറ്റുമാണ്. പിന്നെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് ഇതാണ്. ബാലൻസ് ബ്രോഡ് ഡൗൺ 12,000 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ആണ്. ഇത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ടതാണ്. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട എമൗണ്ടുമാണ്. സോ ആ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് അത് ടോട്ടൽ ഓഫ് അസറ്റ് കാണുക, അതിന് ലയബിലിറ്റി സൈഡ് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് ഫിഗർ എന്താണോ അതായിരിക്കും നമ്മളുടെ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് ആവശ്യമുള്ളതായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രകാരം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലൂടെ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത്. നെക്സ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ്. അതിൽ എന്തൊക്കെയാണ് വേണ്ടത്? അതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉള്ളതുപോലെ 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം ഇൻകം സൈഡ് ഉള്ളത് നോക്കാം. സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് വേണ്ടത് 2024 എമൗണ്ട് എടുത്ത് എഴുതുക. എത്രയാണ്? 15,000 ആണ് നമ്മളുടെ എമൗണ്ട് എന്ന് പറയുന്നത്. പ്ലസ് എന്തുമാത്രം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള എമൗണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഏത് സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് അത് മാത്രം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് കാണിക്കാം. അപ്പോൾ എന്താണ്? സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ 1,200 അതും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് അത് ആഡ് ചെയ്തു. ടോട്ടൽ 16,200 സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ലെഗസീസ് ആണ് ആൻഡ് അതുപോലെ എൻട്രൻസ് ഫീസ്. രണ്ടും നമ്മൾ 50% മാത്രം ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുത്താൽ മതി. 12,000 പകുതി 6,000 ആൻഡ് അതുപോലെ 8,000 പകുതി 4,000. ഈ രണ്ട് എമൗണ്ടും നമ്മൾ 50%, ബാക്കി 50% നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്
അല്ലാത്ത കേസസിലൊക്കെ മൊത്തം എമൗണ്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാം. ദെൻ അടുത്തത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2000 ആണ്. ദെൻ അതിനെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 2000 ഡയറക്റ്റായിട്ട് കാണിക്കാം. ഇത്രയാണ് ഇൻകം സൈഡിൽ നമ്മൾ കാണിക്കുന്നത്. ഇനി എക്സ്പെൻസിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ പർച്ചേസ് പറഞ്ഞു. അത് നമുക്ക് പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കേണ്ടതില്ല, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടി വരിക, കാരണം അതൊരു ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ്. ഇനി പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1000, പീരിയോഡിക്കൽസ് 200. ഇത് രണ്ടും റവന്യൂ എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ദ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1000 ആൻഡ് പീരിയോഡിക്കൽസ് 200 കാണിക്കാം. പിന്നെ റെൻറ്റ് 2023 24 ഉണ്ട്. നമുക്ക് 24 എമൗണ്ടാണ് എടുക്കേണ്ടത്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഓയിങ് ഫോർ റെൻറ്റ് 600 ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും, ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് റെൻറ്റ് റിലേറ്റഡ് ടു 4500 ആണ് 2024. അതിനോട് കൂടെ അറ്റ് ദി എൻഡിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലായിട്ട് തന്നിട്ടുള്ള 600 കൂടെ നമ്മൾ ആഡ് ചെയ്തു. ടോട്ടൽ 5100. ദെൻ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കാണിക്കേണ്ട എമൗണ്ട് ആണ്. ദെൻ അപ്പ് കീപ്പ് ഓഫ് ഗ്രൗണ്ട് 2000, അതുപോലെ സാലറി 5000, ടൂർണമെൻറ്റ് എക്സ്പെൻസ് 5300. ഇതിനൊന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് സാലറി, അപ്പ് കീപ്പ് ഓഫ് ഗ്രൗണ്ട്, ടൂർണമെൻറ്റ് എക്സ്പെൻസ് അവിടെ നമ്മൾ കാണിക്കുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് ഇത്രയൊക്കെയാണ് കാണാൻ കഴിയുക. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്യുപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് ചെയ്തപ്പം അവിടെ ഒരു ലോസ് 500 രൂപ ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞു. അതായത് 2000 രൂപേൻ്റെ അസറ്റ് 1500 രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് 500 രൂപ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ലോസ് ഓൺ സെയിൽ ഓഫ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 500 രൂപ കാണിക്കണം. പിന്നെയുള്ള ഒരു നോൺ ക്യാഷ് ഐറ്റം എന്ന് പറയുന്നത് ഡിപ്രിസിയേഷനാണ്. ഈ ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് കാണുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫേർണിച്ചറിൻ്റെ 10%. ഫേർണിച്ചറിൻ്റെ വാല്യൂ 18,000 ആണ്. ക്ലോസിംഗ് ബാലൻസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല, പുതിയതായിട്ട് വാങ്ങിയതായിട്ടോ വിറ്റതായിട്ടോ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഈ 18,000ൻ്റെ മുകളിൽ തന്നെ 10% കാണുമ്പോൾ 1800 കിട്ടും. ഇനി സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് 12,000 ഉണ്ട്. അതിനോടുകൂടെ നമ്മൾ 15,000 രൂപേൻ്റെ വാങ്ങിയിട്ടുമുണ്ട്, 2,000 രൂപേൻ്റെത് വിറ്റിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് 15,000ൻ്റെ മുകളിൽ മാത്രം കണ്ടാൽ പോരാ, കാരണം അതിനിടയ്ക്ക് ഈ ഒരു ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിൽ മാത്രം കണ്ടാൽ പോരാ, അതിനിടയ്ക്ക് നമ്മൾ 15,000 രൂപക്ക് പർച്ചേസും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അത്രയും എമൗണ്ടിൻ്റെ മുകളിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കാണേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ സ്പോർട്സ് മെറ്റീരിയലിൻ്റെത് നമുക്ക് 2000 ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നതുകൊണ്ട് 2000 ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 12,000 ഓപ്പണിംഗ് ബാലൻസിനോട് കൂടെ 15,000 ആഡ് ചെയ്യണം. ദെൻ അതിൻ്റെ മുകളിൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണോ തന്നിട്ടുള്ളത് അത് കാണേണ്ടി വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ 2000 ഡയറക്റ്റ് തന്നതുകൊണ്ട് 2000 നമ്മൾ സ്പോർട്സ് മെറ്റീരിയലിൻ്റെതും കാണിച്ചു. ദെൻ ഇത് രണ്ട് സൈഡും കൂടെ ബാലൻസ് ചെയ്താൽ, അതായത് ഇൻകം സൈഡ് ആഡ് ചെയ്യുക, അതിന്ന് എക്സ്പെൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഇല്ലെങ്കിൽ സർപ്ലസ് കിട്ടും. ഇനി അഥവാ ഇവിടെയാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നതെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ദെൻ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ കേസിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നമുക്കിപ്പം അതിൻ്റെ ഓർഡറിൽ തന്നെ നോക്കാം. സ്പോർട്സ് എക്യുപ്മെൻറ്റ് എന്ന് പറയുമ്പം അതിന് 12,000 രൂപേൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ 15,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തതും പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 27,000. അതിൽ നമ്മൾ 2,000 രൂപേൻ്റെ അസറ്റ് വിറ്റിട്ടുണ്ട്. അത് 1,500 രൂപയ്ക്കാണ് വിറ്റെന്നുണ്ടെങ്കിലും 2,000 രൂപേൻ്റെ നമ്മളുടെ ബാലൻസിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര വാല്യൂവിനാണോ അല്ലെങ്കിൽ എത്ര ബുക്ക് വാല്യൂവിൻ്റെ അസറ്റാണോ നമ്മൾ വിറ്റിട്ടുള്ളത് അതാണ് നമ്മൾ സെയിൽസായിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 2,000 രൂപേൻ്റെ നമ്മൾ വിറ്റു. ബാലൻസ് 25,000 ആണ് നമ്മളുടെ കയ്യിൽ ഇനിയുള്ള അസറ്റ് എന്ന് പറയുന്നത്.
സ്പോർട്സ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ലെസ് ചെയ്യണം. അപ്പോൾ അതും നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 2000 രൂപ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെ ലെസ് ചെയ്താൽ 23,000 ആണ് ടോട്ടൽ നമുക്ക് അവൈലബിൾ ബാലൻസ് ഓഫ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫേർണിച്ചറാണ്. ഫേർണിച്ചർ 18,000 ആണ് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. അതിന് പർച്ചേസോ അല്ലെങ്കിൽ സെയിൽസോ ഒന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ്റെ വാല്യൂ, അതായത് 18,000-ൻ്റെ 10% അത് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഫേർണിച്ചർ കിട്ടും. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ നമുക്കുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ്. അതായത് കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ നമ്മളിവിടെ ആഡ് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് 1200 നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അസറ്റായിട്ട് നമ്മൾ കാണിക്കണം. ദെൻ ക്യാഷ് ഓൺ ഹാൻഡ് 10,000. അതെവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ലാസ്റ്റായിട്ടാണ് കാണാൻ കഴിയുക. ഓക്കെ, ഇനി ലൈബിലിറ്റി സൈഡ് വരുന്നത് നമുക്കറിയാവുന്നത് ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് ഉണ്ട് ലൈബിലിറ്റി ആയിട്ട് 600 രൂപ, അതായത് കൊടുക്കാനുള്ള ഡ്യൂ ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള 600 രൂപ. അതുപോലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതിവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ 2025 ഒരു 1000 രൂപ നമ്മൾ റിസീവ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻകത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെൻസിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ള അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്, അതുണ്ടെങ്കിൽ നമുക്കതൊരു ലയബിലിറ്റിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് കാണിക്കണം. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നതുകൊണ്ടാണ്. ഓക്കെ, ഇത് നമ്മൾ നോർമലി ആ ഒരു ഫോർമാറ്റ് പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 18,000 രൂപയിൽ നിന്ന് നമ്മൾ 2,000 രൂപയും കുറയ്ക്കും, അതുപോലെ 1,000 രൂപയും കുറയ്ക്കും. അതായത് അടുത്ത കൊല്ലത്തേക്കുള്ള റിസീവ്ഡ് ഇൻ അഡ്വാൻസും അതുപോലെ കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ട് റിസീവ് ചെയ്തതും കുറയ്ക്കുമ്പോഴാണ് 15,000 കിട്ടുന്നത്. ആ ഒരു ഫോർമാറ്റ് അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ 15,000 രൂപ മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഫോർമാറ്റ് പറഞ്ഞതുപോലെ തന്നെ ലെസ് ചെയ്യേണ്ട ഒരു എമൗണ്ടാണ്, അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു എമൗണ്ടാണ് 1000 എന്ന് പറയുന്നത്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ കുറച്ചിട്ടും അതുപോലെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് കാണിക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1000 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നുണ്ട്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പം 43,500 കിട്ടിയിട്ടുണ്ട്. ഇതാണ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിനോടുകൂടെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ലെഗസീസ് ആൻഡ് എൻട്രൻസ് ഫീസിൻ്റെ 50% ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾ നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് സർപ്ലസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന് കിട്ടിയിട്ടുള്ള സർപ്ലസ്. ഓക്കെ, ഇത് ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ഐറ്റം നമ്മൾ കഴിഞ്ഞ തിയറി ക്ലാസ്സസിലൊക്കെ നോക്കിയിട്ടുള്ള ഐറ്റമാണ്. അതൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നതും കഴിഞ്ഞ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് സെയിം നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തൊരു മോഡലിലുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.